നമസ്തേ. ഞാൻ ശ്രീരേഖ. രേഖാമനൻ ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നത്തേയും പോലെ തന്നെ എല്ലാവരുടെയും സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു ജയലക്ഷ്മി അല്ലേ വിഷമമായിട്ട് പറഞ്ഞു, വിഷമകരമായിട്ട് തന്നെ എഴുതി, മുടി കൊഴിഞ്ഞു പോണു, ഒട്ടും ഇല്ലാതെയായി പോണു, പിന്നെ തൈറോയിഡ് ഉണ്ട്, ഷുഗർ ഉണ്ട്. അത് കാരണം മുടി കൊഴിഞ്ഞു പോകുമ്പോൾ സങ്കടപ്പെടുന്നുണ്ട് എന്നല്ലേ. ഒട്ടും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ തൈറോയിഡിൻ്റെയും ഷുഗറിൻ്റെയൊക്കെ മരുന്ന് കഴിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതോടുകൂടി തന്നെ ഞാൻ പറയുന്ന ആ ജ്യൂസ് അതൊക്കെ കഴിക്കുക. കൂടാതെ ഒരു മാസത്തേക്ക് നമ്മൾ ബിക്കോസിൽസ് എന്ന് പറയും, വിറ്റാമിൻ ബി കോംപ്ലക്സ്, ആ ഗുളികയുണ്ട്, അത് നമുക്ക് മേടിച്ച് കഴിക്കാം കേട്ടോ. കഴിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മൾ അറിയാതെ തന്നെ നമ്മളുടെ മുടി വളർന്നുകൊണ്ടേയിരിക്കും കേട്ടോ. അത് കാരണം അത് ഒരുപാട് പേര് പരീക്ഷിച്ചിട്ട് അവർക്കൊക്കെ റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇപ്പോൾ എൻ്റെ അമ്മയ്ക്ക് തന്നെയാണെങ്കിലും അതെ, ഇതുപോലെ ഡോക്ടർ മരുന്ന് എഴുതുമ്പോൾ ബിക്കോസിൽസ് മിക്കവാറും എല്ലാ ഡോക്ടേഴ്സും എഴുതാറുണ്ട്. അത് നമുക്ക് കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് വാങ്ങിച്ച് കഴിക്കാം. നമുക്ക് നമ്മളുടെ എന്തൊക്കെ വിറ്റാമിൻ്റെ കുറവുണ്ടോ അതിനെല്ലാം നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഈ ബിക്കോസിൽസ് ഗുളിക വാങ്ങിച്ച് കഴിക്കുകയാണെങ്കിൽ ഓരോന്ന് കഴിച്ചാൽ മതി കേട്ടോ. ഒന്നില്ലെങ്കിൽ ഡേ ടൈമിലോ അല്ലെങ്കിൽ രാത്രി കിടക്കാൻ നേരത്തോ ഓരോ ബിക്കോസിൽസ് ഗുളിക കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മുടി പൊയ്ക്കോട്ടെ, കുഴപ്പമില്ല, പോകുന്നതനുസരിച്ച് മുടി വളർന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ. അത് ഉറപ്പായ കേസാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ അമ്മയ്ക്കാണെങ്കിലും മദറിലോയ്ക്കാണെങ്കിലും ഇതുപോലെ മുടി കൊഴിഞ്ഞു പോയിട്ട് ഒരുപാട് മുടി വന്നിട്ടുണ്ട്. കാരണം നല്ല തിക്കായിട്ട് വന്ന് കണ്ടിന്യൂസ് ആയിട്ട് അവർ ബിക്കോസിൽസ് ഗുളിക കഴിച്ചിരുന്നു രണ്ടുപേരും. അപ്പോൾ ഇപ്പോൾ അമ്മയ്ക്കാണെങ്കിലും അതെ കേട്ടോ. അപ്പോൾ സ്ഥിരം പിന്നെ നമുക്കത് കഴിക്കുമ്പോൾ നമുക്ക് ക്ഷീണം തോന്നില്ല. സാധാരണ ഈ ഷുഗറുള്ള ആൾക്കാർക്ക് ക്ഷീണം തോന്നും, ഷുഗർ കുറയുമ്പോഴൊക്കെ നമുക്ക് വല്ലായ്മ തോന്നും. പക്ഷേ നമ്മൾ ഈ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരു എനർജിയാണ്, ക്ഷീണം തോന്നിയില്ല കേട്ടോ. എല്ലാത്തിനും ഒരു ഉത്സാഹം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ ഒരു ഗുളിക വാങ്ങിച്ച് കഴിക്കണം, നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ മുടി തൈറോയിഡിൻ്റെ പ്രശ്നം കൊണ്ടാണെങ്കിലും അതുപോലെ തന്നെ ഈ ഷുഗറിൻ്റെ പ്രശ്നം കൊണ്ടാണെങ്കിലും മുടി കൊഴിഞ്ഞു പോവുകയാണെങ്കിൽ നമുക്കത് വന്നുകൊണ്ടിരിക്കും കേട്ടോ, ഈ വിറ്റാമിൻ ബി കോംപ്ലക്സ് കഴിച്ചു കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ് കേട്ടോ. ധാരാളം മുടി ഉണ്ടാവും, നല്ല തിക്കായിട്ടുള്ള മുടി ഉണ്ടാവും. എനിക്ക് തന്നെ അതിശയായി പോയിട്ടുണ്ട് കണ്ടിട്ട്. കാരണം എന്ന് വെച്ചാൽ കുഞ്ഞു കുഞ്ഞു മുടി ഇങ്ങനെ വളർന്നിങ്ങനെ ഇരിക്കും. അവർ വർഷങ്ങളായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൽ യാതൊരു സൈഡ് എഫക്റ്റോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. അമ്മ ഇപ്പോഴും ആ കാര്യത്തിലൊക്കെ വളരെ ഭയങ്കര നിഷ്ഠയാണ്. എപ്പോഴും പറയും ബി കോംപ്ലക്സ് ഗുളിക കഴിക്കുക, അത് തീരുന്നതിന് മുമ്പ് വാങ്ങിച്ച് വെക്കും, അങ്ങനെയാണ്. അപ്പോൾ മുടി ഒരുപാട് കൊഴിഞ്ഞു പോയ മുടിയാണ്. എനിക്ക് തന്നെ സങ്കടം വന്നിട്ടുണ്ട്. കാരണം അമ്മയ്ക്കൊക്കെ ഒരുപാട് മുടിയുള്ളതാണ് പോകുമ്പോൾ. പക്ഷേ ഈ ഗുളിക അമ്മയ്ക്ക് തൈറോയിഡിൻ്റെ ഗുളിക അമ്മ കഴിക്കുന്നുണ്ട്, ഷുഗറിൻ്റെ ഉണ്ട്. അപ്പോൾ എങ്ങനെ പോകുന്ന ഈ അമ്മയ്ക്ക് ധാരാളം മുടി ഉണ്ടാകുന്നുണ്ട്. കാരണം ഈ ബിക്കോസിൽസ് ഗുളിക കഴിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ജയലക്ഷ്മിക്ക് ഒട്ടും വിഷമിക്കേണ്ട, ഈ ഓരോ ഗുളിക കേട്ടോ ഒന്ന് വീതം കഴിച്ചാൽ മതി. ഇല്ലെങ്കിൽ ഡേ ടൈമിലോ അല്ലെങ്കിൽ രാത്രി കിടക്കാൻ നേരത്ത് ഓരോ ഗുളിക കഴിച്ചാൽ മതി കേട്ടോ. അപ്പം നിങ്ങളത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുടിയെ കുറിച്ചിട്ട് ചിന്തിക്കേണ്ട കേട്ടോ. മുടി വരും എന്നുള്ള 100% ഉറപ്പിൽ അത് കഴിച്ചോളൂ കേട്ടോ. കാരണം ഇതൊക്കെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്, സ്വന്തം അനുഭവമാണ് കേട്ടോ. അപ്പോൾ ഇത് നാളെ തന്നെ ഈ ഗുളിക വാങ്ങിച്ച് കഴിച്ചോളൂ. നമുക്ക് ഇപ്പോൾ ചിലവർക്ക് ഡോക്ടർമാർ ആൻറ്റിബയോട്ടിക് എഴുതുമ്പോഴൊക്കെ ചില ഡോക്ടേഴ്സ് കൂടെ എഴുതും, കാരണം വായിൽ തൊലി പോകും ആൻറ്റിബയോട്ടിക് കഴിക്കുമ്പോൾ. അപ്പോൾ അതില്ലാതിരിക്കാനാണ്. പിന്നെ ആൻറ്റിബയോട്ടിക് കഴിക്കുമ്പോൾ ക്ഷീണം തട്ടും, അതില്ലാതിരിക്കാനൊക്കെയാണ് ഡോക്ടർമാർ എഴുതാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് വാങ്ങിച്ച് കഴിക്കാറുണ്ട് ആൾക്കാർ. അപ്പോൾ ഇതുപോലെ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ക്ഷീണവും തോന്നില്ല, നല്ല മാറ്റം ഉണ്ടാവും ശരീരത്തിന് കേട്ടോ. അപ്പോൾ ഡെയിലി ഓരോന്ന് വീതം കഴിച്ചിട്ട് റിസൾട്ട് പറയൂ കേട്ടോ. എന്തായാലും 100% ഉറപ്പുണ്ടാവും, നമുക്ക് മുടി വന്നുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോ തവണ നമ്മൾ വിറ്റാമിൻ്റെ കുറവ് കൊണ്ടൊക്കെ മുടി കൊഴിഞ്ഞു പോകും അല്ലേ. അപ്പോൾ ഇതിപ്പോൾ ഷുഗറും തൈറോയിഡും ഇല്ലാത്തവർക്കും വേണമെങ്കിൽ വാങ്ങിച്ച് കഴിക്കാം കേട്ടോ. മുടി ധാരാളം കൊഴിഞ്ഞു പോകുന്നവർക്കും വാങ്ങിച്ച് കഴിക്കാവുന്നതാണ്. അപ്പോൾ അമ്മ ഓരോന്ന് കഴിക്കുമ്പോൾ അമ്മ എന്നോട് പറയും, നീയും കഴിക്കുമെന്ന് പറയും.
അങ്ങനെയാ. കാരണം കുട്ടികൾക്കും കൊടുക്കാറുണ്ട്. നല്ല ഇതാന്നാ പറയുന്നത്. അപ്പോൾ അത് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ് അല്ലേ? അപ്പോൾ ആരും വിഷമിക്കേണ്ട. ഇതുപോലെ അല്ലാത്തവർക്കും കഴിക്കാവുന്നതാണ് കേട്ടോ ഇത്. പിന്നെ അതുപോലെ നമ്മൾ ഷുഗർ ഇല്ലാത്തവർക്ക് അഥവാ ഷുഗർ ഉള്ളവർക്ക് അവർക്ക് കഴിക്കാവുന്ന ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിക്കാം. പേരയ്ക്ക അങ്ങനെയുള്ള ഫ്രൂട്ട്സൊക്കെ കഴിക്കാം കേട്ടോ. അപ്പം ഇടയ്ക്ക് നെല്ലിക്ക ജ്യൂസ് കഴിക്കാം. ഇതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ നല്ലതാണ്. പിന്നെ ജ്യൂസുകൾ മാറി മാറി കഴിച്ചുകൊണ്ടിരിക്കാം. ക്ഷീണമൊന്നും വരാതിരിക്കാൻ. ഷുഗറിൻ്റെ മരുന്നൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ക്ഷീണം തട്ടും. അപ്പോൾ ഇതെന്തായാലും 100% നമുക്ക് ഉറപ്പ് കിട്ടും കേട്ടോ. ഇത് കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്, വർഷങ്ങളായിട്ട് കഴിക്കുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡോക്ടറോടും ചോദിച്ചോളൂ, കുഴപ്പമില്ല. അപ്പം ഞാൻ ഇവിടുത്തെ അനുഭവം പറഞ്ഞതാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇതുപോലെ മുടി കെയർ ചെയ്യാം. വിഷമിക്കേണ്ട, പോകുന്ന മുടി പൊക്കോട്ടെ, പക്ഷെ അത് തിരിച്ചു വരും എന്തായാലും. അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ടിപ്സും പാക്കും ആയിട്ടൊക്കെ തുറന്നുകൊണ്ടിരിക്കുക. അതൊന്നും മുടക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ഇതുപോലെ നമുക്ക് ഏത് എണ്ണയാണോ പിടിക്കുന്നത് ആ എണ്ണ തല തേക്കാം. നിലപെരിങ്ങാതി തേക്കുന്നവർക്കാണെങ്കിൽ അത് നല്ലത് കേട്ടോ. എണ്ണ മാറി തേച്ചാൽ കുഴപ്പമൊന്നുമില്ല എന്നുള്ളവർക്ക് വേണമെങ്കിൽ അതും തേക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഏത് എണ്ണ ഉപയോഗിക്കുമ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ അല്പം ഉപയോഗിച്ച് നോക്കാം, തൊട്ടുപിടുത്താം, എന്നിട്ട് വേണം കൂടുതൽ തേക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ എണ്ണ തേച്ചിട്ടുണ്ട് കേട്ടോ. തലയിൽ രാവിലെ തന്നെ കുളിച്ചപ്പോൾ കുറച്ച് കൂടുതൽ തേച്ച് പിടിച്ചു. പുറത്തേക്കൊന്നും പോകുന്നില്ല, അത് കാരണം തേച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ഉറക്കം ഒരു പ്രശ്നമാണ് കേട്ടോ. ഉറക്കമില്ലായ്മ വരുമ്പോൾ മുടി ഒരുപാട് കൊഴിഞ്ഞു പോകും. ഉറക്കം വലിയൊരു പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഉറക്കമില്ലായ്മയും നമുക്ക് മുടി കൊഴിച്ചിലിന് ഒരു കാരണമാകും. പിന്നെ ടെൻഷൻ പാടില്ല. പിന്നെ ഞാൻ പറയാറുണ്ടല്ലോ എപ്പോഴും നമ്മൾ മുടി ഡ്രൈ ചെയ്യുമ്പോൾ നമ്മൾ ഹെയർ ഡ്രയർ ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. തന്നെ ഒന്നില്ലെങ്കിൽ കോട്ടൺ തുണിയിൽ കെട്ടിവെക്കുക, അല്ലെങ്കിൽ മുടി അയച്ചിടാം. അല്ലാതെ ചൂട് കൊടുക്കുന്ന സംഭവങ്ങൾ നമുക്ക് സ്കാൽപ്പിനും മുടിക്കും മുടിയുടെ വേരിനും മുടി വളർച്ചയ്ക്കും എല്ലാം കോട്ടം തട്ടും. അപ്പോൾ തലയ്ക്ക് അതിന് ചൂട് കൊടുക്കാതിരിക്കുക. ചൂട് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ പല പ്രശ്നങ്ങളും വരും. നമുക്ക് മുടി കൊഴിച്ചിൽ കൂടാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ ഷുഗർ ഉള്ള ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. അവർ ചില ഫുഡുകൾ വേണ്ടാന്ന് വെക്കുമ്പോൾ അതിൽ ചില പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് നമ്മൾ കഴിക്കാൻ നോക്കുക. കാരണം ഈ ഡയറ്റിൽ നമുക്ക് വേണ്ട ആഹാരങ്ങൾ നമ്മളത് ലിമിറ്റ് ചെയ്യുമ്പോൾ അത് മുടി കൊഴിച്ചിലിന് കാരണമാവും. കാരണം നമുക്ക് വേണ്ട പ്രോട്ടീനൊന്നും കിട്ടാതെ വരുന്നുണ്ടല്ലോ. അപ്പോൾ അത് കാരണം ചിലവർ വളരെ കുറച്ച് മാത്രം ഷുഗറിനെ പേടിച്ചിട്ട് വളരെ കുറച്ച് മാത്രം ആഹാരം കൺട്രോൾ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ കുറച്ച് കഴിക്കുക, ആഹാരം കൺട്രോൾ ചെയ്യുക. ഇത് നമുക്ക് ഒരു മുടി കൊഴിച്ചിലിന് കാരണമാകും കേട്ടോ. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും ഒന്നുകൂടി പറയുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് കുറയ്ക്കുക, അതുപോലെ ഭക്ഷണം കൺട്രോൾ ചെയ്യുക. ഇങ്ങനെയൊക്കെ വരുമ്പോൾ അത് നമുക്ക് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കും. കൂടാതെ ഇതുപോലെ മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ താരൻ അതില്ലാതെ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ അഴുക്കില്ലാതെ നോക്കുക. അപ്പം ഇടയ്ക്കിടയ്ക്ക് നെല്ലിക്കപ്പൊടി വെച്ച് തലമുടി വാഷ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പം ഇതുപോലെ തന്നെ നമുക്ക് ഇലക്കറികൾ ധാരാളം കൂട്ടാം കേട്ടോ. ഇലക്കറികൾ ഡേ ടൈമിൽ കൂട്ടാം, രാത്രി കൂട്ടാതിരിക്കുക. ദഹനത്തെ ബാധിക്കും. കാരണം രാത്രി നമ്മൾ ഫുഡ് പെട്ടെന്ന് ദഹിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഫുഡ് വേണം കഴിക്കാൻ. അതുപോലെ നേരത്തെ വേണം കഴിക്കാൻ. പിന്നെ വെള്ളം ധാരാളം കുടിക്കണം. വെള്ളത്തിൻ്റെ പോരായ്മ ഉണ്ടാകും കേട്ടോ. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. വെള്ളം ധാരാളം കുടിക്കുക. ഫുഡ് കൺട്രോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ ചെറുപയർ മുളപ്പിച്ച് അതൊക്കെ നമുക്ക് ആരോഗ്യത്തിനും നമ്മുടെ പ്രോട്ടീനൊക്കെ നല്ലതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആഹാരങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഷുഗറുകാരാണെങ്കിലും അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ അത് കഴിക്കുക. കൂടുതൽ മുളപ്പിച്ച ആഹാരങ്ങളൊക്കെ നല്ലതാണ്. പച്ചക്കറികളൊക്കെ നല്ലതാണ്. അതെല്ലാം കഴിക്കുക കേട്ടോ. അപ്പം എനിക്ക് തോന്നുന്നു ഈ ഷുഗർ കാരണം മുടി പോകുന്നു എന്ന് പറയാൻ കാരണം ഇതൊക്കെ തന്നെയായിരിക്കും കേട്ടോ. നമ്മളെ ഭക്ഷണത്തിലുള്ള കൺട്രോളിങ്, അതുപോലെ അതനുസരിച്ച് നമ്മൾ വേറെ ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഫുഡുകൾ നമ്മൾ കൂട്ടുക. പ്രോട്ടീൻ കുറയാതിരിക്കുക, അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ.
അപ്പോൾ ഈ ഇതുപോലെയുള്ള പാക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ചെയ്ത് മുന്നോട്ട് പോവുക. എണ്ണകൾ തേക്കുക കേട്ടോ. ഇതൊക്കെ നമുക്ക് മുടി വളർച്ചയ്ക്ക് നല്ലതാണ്. നമുക്ക് ഓരോ ഇതിലും നമുക്ക് 100% ഉറപ്പുണ്ട് കേട്ടോ. ഇത് കറക്റ്റ് ആയിരിക്കും. കാരണം ഷുഗറുള്ള ആൾക്കാർക്ക് ഇതുപോലെ വന്നിട്ടുണ്ട് മുടി കേട്ടോ, ഈ പറഞ്ഞ ഗുളിക കഴിച്ചിട്ട്. അപ്പം നമുക്ക് അതുപോലെ എപ്പോഴും എന്തും നമ്മൾ ചെയ്യുമ്പോൾ 100% വിശ്വാസത്തോടു കൂടി ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഇങ്ങനെ അസുഖമുണ്ട് എന്നുള്ള രീതിയിൽ അതും നമ്മളെ മനസ്സിൽ നിന്ന് മാറ്റാം കേട്ടോ. അപ്പം നമ്മൾ അതിനുള്ള മരുന്നൊക്കെ കഴിക്കാം. കൂടാതെ ഇതുപോലെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിന് സന്തോഷമാവും. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ഈശ്വരനിൽ പ്രാർത്ഥിക്കുക, ഈശ്വരനിൽ അർപ്പിക്കുക. എല്ലാ കാര്യവും എന്ത് ചെയ്യുന്നതിന് മുമ്പും ഭംഗിയാക്കി തന്നേക്കണേ എന്ന് പ്രാർത്ഥനയോടുകൂടി നമ്മൾ മുന്നോട്ട് പോവുക. എപ്പോഴും നമ്മൾ ഈശ്വരനിൽ അർപ്പിക്കുക നമ്മളെ തന്നെ കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് നെഗറ്റീവ് നമുക്ക് മനസ്സിൽ കിടന്ന് കളിക്കുന്നുണ്ടാവും. അതെല്ലാം നമുക്ക് മാറിക്കിട്ടും. പോസിറ്റീവായിട്ടുള്ള ഒരു തോന്നൽ നമുക്ക് തോന്നും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ നമ്മൾ ഏത് മതമാണോ വിശ്വസിക്കുന്ന മതത്തിലെ ഈശ്വരനെ നമുക്ക് ഭജിക്കാം കേട്ടോ. പിന്നെ കൂടാതെ ലളിത സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം, അതുപോലെ നാരായണ ജപം എപ്പോഴും നമ്മൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നമുക്ക് സാധിക്കാവുന്ന തരത്തിലുള്ള, ഒന്നില്ലെങ്കിൽ അമ്മേ നാരായണ, ഏതെങ്കിലും ഇത് അത് ഞാൻ ഇപ്പോൾ പല മതക്കാരുണ്ടാവും. അവർ ഏതാണോ പ്രാർത്ഥിക്കുന്നത് അത് പ്രാർത്ഥിക്കുക കേട്ടോ. അപ്പോൾ ഈശ്വരിലേക്ക് അർപ്പിക്കുക, എല്ലാം സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് പറ്റിയ ഒരു ക്യാപ്സൂളാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങൾക്ക് 100% നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അത് കഴിഞ്ഞ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ കഴിച്ചു കഴിയുമ്പോഴത്തേക്കും മുടിയിൽ മാറ്റം വരും. തല നോക്കുമ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും കേട്ടോ. ധാരാളം മുടി വന്നുകൊണ്ടിരിക്കും. അതൊരു ശരിക്കും ഒരു അത്ഭുതമായിട്ട് നിങ്ങൾക്ക് തോന്നാം ഇതൊക്കെ ചെയ്യുമ്പോൾ കേട്ടോ. അപ്പോൾ അറിയാത്തവർ ഇത് ഒന്ന് പരീക്ഷിച്ച് നോക്കാം കേട്ടോ. പിന്നെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. നാളെ അടുത്ത വീഡിയോയുമായിട്ട് കാണാം.